ഇതാണ് മരുമകൾ മൃഗീയമായിട്ട് ഇടിക്കുകയും തള്ളിയിടുകയും ചെയ്ത ആ പാവമ്മ. മരുമകൾ എന്നല്ല, മരുമകൾ എന്നാണ് പറയുന്നത്. വെറും തന്തയില്ല കഴിവരുടെ മകൾ. അവളിപ്പോൾ ജയിലിലാണ്. ഇവളെപ്പോലുള്ളവളെയൊക്കെ ജയിലിൽ തന്നെ പിടിച്ചിടണം. സർക്കാർ തീറ്റിപ്പോറ്റി വളർത്തി ജാമ്യമെടുത്ത് പുറത്തേക്ക് വിടാണ്ട് അവളെയൊക്കെ ജയിലിൽ തന്നെ കിടത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാവം അമ്മ, ഈ അമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ത്രീ അമ്മയെ പല പ്രാവശ്യം ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ട്. നിരവധി തവണ പോലീസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോലീസുകാരോട് കൂടുതൽ സംസാരിക്കാൻ പോയിട്ടില്ല. പക്ഷെ എന്നാലും കഴിവിന്റെ പരമാവധി സമയവും ഉണ്ട്. എനിക്ക് ഇവിടുത്തെ നാട്ടുകാരോട് വളരെയധികം നന്ദിയുണ്ട്. ഇവിടുത്തെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും എല്ലാം. ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ മൊത്തം ഇളകി പ്രതികരിച്ചു. അതാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടുത്തെ എല്ലാവരോടും എൻ്റെ ഹൃദയം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നജീബ് കളങ്ങര എൻ്റെ സുഹൃത്താണ്. നജീബിക്കയാണ് ഈ സംഭവം പുറലോകത്ത് കൊണ്ടുവരുന്നത്. പുള്ളിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്താ പറയുക, ഇതിൻ്റെ ഒരു പൊൻതൂവലായി മാറിയത്. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാൻ എല്ലാവരും വന്നിട്ട് നമ്മുടെ അമ്മയെ കാണുകയാണ്. പാവം അമ്മ കിടക്കുകയാണ്. അമ്മയോട് കുറേ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ മെമ്പർമാരും അതായത് ഇവിടുത്തെ നാട്ടുകാരും എന്താ പറയുക ചേച്ചിമാരും എല്ലാം അമ്മക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ജനങ്ങളെ നിങ്ങൾ പ്രതികരിക്കണം, ഉണരണം. ഹലോ മച്ചന്മാരെ, കയറി വാള അനുപാക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മച്ചന്മാരെ, സുഖമല്ലേ? നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ സംഭവമാണ്. ഒരു പാവപ്പെട്ട അമ്മയെ സ്വന്തം മരുമകൾ ഉന്തിയിടുകയും ചവിട്ടുകയും വളരെ മൃഗീയമായിട്ട് വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചു കളഞ്ഞു. ഇത് സ്ത്രീകൾക്ക് തന്നെ വലിയൊരു അപമാനമാണ്. പിന്നെ എന്താ പറയുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ആദ്യം എത്തിയപ്പോൾ കുറെ രാഷ്ട്രീയ നേതാക്കൾ ആ പെണ്ണിന് വേണ്ടി അവിടെ ചെന്നു. അവർക്ക് വട്ടാന്ന് പറയിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പല കാരണങ്ങളും അവിടെ ചെയ്യുകയുണ്ടായി. പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല. നജീബ് കളങ്ങരയാണ് ഈ സംഭവം ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നജീബ് കളങ്ങര എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒറ്റയാൾ സമരം ചെയ്ത വ്യക്തി. ഈ റോഡിലുള്ള പട്ടികളെയൊക്കെ കുറേ കുഞ്ഞുങ്ങളെ കടിക്കുകയും വീടുകൾ കയറി ഓടിച്ചുകയൊക്കെ ചെയ്തപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒറ്റയാൾ പ്രതിഷേധം സമരം നടത്തിയ ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹമാണ് ഈ സംഭവം ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ താടക അല്ലെങ്കിൽ ആ പറയുന്ന വൃത്തികെട്ട സ്ത്രീ ഈ അമ്മയെ ഉപദ്രവിച്ചു ആ വീട്ടിലോട്ട് നമുക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളാണ്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഇതേപോലെയുള്ളവരെയൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയാസിലൂടെ പുറത്ത് കൊണ്ടുവരാൻ പുറലോകം അറിയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വേറെ ഒന്നും കൊണ്ടല്ല, കുറെ അനേകം പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പൊ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിന്റെ സംഭവം നിങ്ങൾ കണ്ടില്ലേ? ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പത്മകുമാറിന്റെ ഫാം ഹൗസിലും പിന്നെ കുറച്ച് നിഗൂഢതകളൊക്കെ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ പോകുന്ന വഴിയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുക്കണത്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടിട്ട് വാട്ടാ. ആമച്ചമാർ ഇതാണ്ട വീട് ആ അമ്മയുടെ. ഈ വീട്ടിൽ വെച്ചാണ് പ്രശ്നമൊക്കെ നടക്കണം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവരുള്ളത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവളെ പോലുള്ളവരെ ഈ അമ്മേനെ ഉപദ്രവിച്ചവളെയൊക്കെ ഇതേപോലെ ചവിട്ടി കൂട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ മറ്റേ കമ്മീഷൻ ഒക്കെ ഉണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ആരും ഒന്നും ചെയ്യാത്തത്. ഇത് അമ്മേനെ കുടിപ്പിക്കുന്ന ചേച്ചിയാണ് പാവം. അമ്മക്ക് നല്ലോണം നല്ല രീതിയിൽ മറ്റേ അവള് ആ മരുമോളല്ലേ കള്ളപ്പന്നി കഴിവേറെ അവള് നല്ല പണി കൊടുത്തിട്ടുണ്ട് പാവട്ടാ. അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ പത്മകുമാറിൻ്റെ ഫാം ഹൗസിലോട്ടൊക്കെ പോകുന്നത്. വേറെ മൂട് പൊളിയെ വിളിക്കാൻ പോകും. അതൊക്കെ ഒന്ന് കാണണം. നീല സാരിയോട് തന്നെ ചേച്ചിനെ കണ്ട. അവർ ഫുൾ ആക്റ്റീവാണ്, ഫുൾ ഓൺ ഫുൾ പവറാണ്. അവർ അമ്മക്ക് വേണ്ടി എന്തിനും തയ്യാറാണ്. അമ്മക്ക് വേണ്ടി ഏതാണ്ട പാവമ്മ കണ്ട.
അമ്മക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മരുന്നായിട്ട് എന്താണ്. ഇവരെ പോലുള്ള സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. ഇവരെ പോലുള്ള സ്ത്രീകളെ നമ്മൾ ബിഗ് സല്യൂട്ട് തന്നെ ചെയ്യുക. ഇതാണ് യഥാർത്ഥമായ സ്ത്രീകൾ. എല്ലാവരും ഒത്തുകൂടിയുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ അമ്മയെ ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിക്കുകയാണ് ചേച്ചി. ചേച്ചി ഉണ്ടെങ്കിൽ കാണിച്ച പുറത്തറിയത്തില്ല. ചേച്ചി ഭക്ഷണം ഇപ്പൊ അമ്മയുണ്ടല്ലോ, അവള് ചവിട്ടി കൂട്ടി നശിപ്പിച്ചു കേട്ടാ. ശരിക്കും ഈ അമ്മക്ക് വയ്യാണ്ടായി. നിങ്ങളാ സംഭവം ഒന്ന് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് അവൾ ആ ക്യാമറ, അതായത് ആ വീഡിയോ എടുത്തിട്ട് അവൻ പറഞ്ഞ, ആ പയ്യൻ പറഞ്ഞില്ല ഞാനിത് പുറത്ത് വിടുന്നപ്പോൾ ആ പയ്യനെ തുണി പൊക്കി കാണിച്ചവളാണ് അവള്. വൃത്തിയായിട്ട നായിൻ്റെ മോള്, പാട്ടി കഴിവറി. അത് അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ രാഷ്ട്രീയ ഊള നേതാക്കന്മാർ വന്നേക്കുന്നത്. ഇത്ര വൃത്തികെട്ടവന്മാരെ ആകരുത് തൊട്ട് രാഷ്ട്രീയ നേതാക്കൾ. ഈ പാവപ്പെട്ട അമ്മേനെ ഇതേപോലെ മൃഗീയമായിട്ട് ഇടിച്ച് നശിപ്പിച്ചിട്ടിട്ട് അവക്ക് വേണ്ടി ഒത്താശ പറയാൻ പോയ പട്ടി കഴിവേറിയുടെ മക്കള്, ഏത് രാഷ്ട്രീയക്കാരായാലും നിന്നേക്ക എന്താ പറഞ്ഞ, നിന്നേക്ക ഈ സമൂഹത്തിൽ തന്നെ വിലയില്ലാത്ത നായിൻ്റെ മക്കളാണ് ഞാൻ വെച്ചിട്ട്, വേറും ചെറ്റകളായിട്ട്. ഈ പാവപ്പെട്ട അമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പാവപ്പെട്ട നല്ല രീതിയിൽ ഈ മകള് ഈ അമ്മേനെ ഉപദ്രവിച്ച് എനിക്കൊക്കെ കൊടുത്തിട്ട് സങ്കടം വന്നു. അതേപോലത്തെ അവസ്ഥ. ഞാൻ വീഡിയോ അവതരിച്ച് ഷൂട്ട് ചെയ്യാണ്ട് തിരിച്ചു പോകാനൊക്കെ പോയി. അത് പാവട്ടം വെള്ളം പോലും കൊടുക്കണമെന്നുള്ള വിശക്കുമ്പോ ഈ അമ്മക്ക്. അതേപോലെയാണ് ഈ അമ്മേനെ ഉപദ്രവിച്ചത്. ഇവളെ ജയിലിൽ നിന്ന് പുറത്തു വിടുന്നത് ഇവർക്ക് ഏതൊക്കെ വകുപ്പ് പ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം പോലീസുകാർ ചെയ്യണം. ചെയ്ത് ഇവിടെ ഇറക്കരുത്. ജയിലിൽ തന്നെ കിടന്ന് അവള് തിന്ന് തൂറി അവിടെ കിടക്കണം ജയിലിൽ തന്നെ. ഇത് മാത്രം എനിക്ക് പറയാനുള്ളത്. വളരെ വൃത്തികെട്ട അവളെ രാഷ്ട്രീയ എല്ലാവർക്കും അറിയാം. അവളെ രാഷ്ട്രീയത്തിൻ്റെ ഞാൻ പറയുന്നില്ല. ആ രാഷ്ട്രീയത്തിൽ നമ്മളെ പുറത്താക്കണം. എന്നിട്ട് വേണ്ടി ചെന്നേക്കണേ കുറേ ഊളകൾ അവളെ ഇറക്കാൻ വേണ്ടി. ഇവർ അമ്മക്ക് ഫുൾ സപ്പോർട്ടായിട്ട് വന്നിട്ട് എന്തിനും കൂടെ ഉണ്ടാവും. ഈ നീല സാഹിത്യ ചേച്ചിമാർ, ഈ ചേച്ചിമാരൊക്കെ കേട്ടോ. ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണട്ടാ. എല്ലാവരും നമ്മുടെ പരിപാടി ഒന്ന് ഷെയർ ചെയ്ത് വിടണോട്ടാ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് അറിയട്ടെ ഇതൊക്കെ. അപ്പുറത്ത് പോയാ കഴിക്കുന്നതെന്ന് കേട്ടോ. അപ്പുറത്ത് പോയാ ആണല്ലേ. വീഡിയോ കാണുന്ന എല്ലാവരും ഈ അമ്മക്കൂടി പ്രാർത്ഥന. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നു. ഈ അമ്മേനെ അവള് തള്ളിയിടുകയും ചവിട്ടുകയും ഇടിക്കുകയും ഇതെന്നുള്ള തൊഴിലാണ്. ഈ ഭർത്താവ് പാവമാണ്, അയാളുടെ ജോലിക്ക് ഇവളുടെ ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചെന്ന് വെച്ചാൽ. ഈ അമ്മേനെ ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ലാസ്റ്റ് മോനെ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുള്ളൊരു രംഗം ഉണ്ടായി. ഈ ആ വീഡിയോയാണ് വൈറലായത്. എനിക്കൊന്ന് പെടുക്കാൻ പോകണമെന്ന് പറഞ്ഞുള്ളൊരു സംഭവം. വളരെ വേദനപ്പെട്ട ഒരു സംഭവമാണ്. കേരള ജനതയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സംഭവം നമ്മളുടെ മുന്നിലോട്ടെത്തിയത് അല്ലേ. വളരെ ക്രൂരമായ മർദ്ദം ഏറ്റ ഒരു പാവപ്പെട്ട അമ്മ. ഇവർക്ക് വേണ്ട ചികിത്സകളെല്ലാം ചെയ്യാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അതാണ് എല്ലാ നാട്ടുകാരും ഫുൾ പവർ. നല്ല നാട്ടുകാർ, ദേവലക്കരയിലെ ആൾക്കാരെന്ന് വെച്ചാൽ നല്ല മുത്തുമണികൾ. അവരെല്ലാവരും വന്ന് എല്ലാ സെറ്റപ്പും സംഭവം എല്ലാം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വന്ന ചേച്ചിമാർക്കും ഈ പള്ളിക്കാർക്കും പിന്നെ എന്താണ് അവിടുത്തെ പ്രദേശവാസികൾക്കും എല്ലാവർക്കും 1000 എന്താ പറയുക മനസ്സറിഞ്ഞ് നന്ദി പറയുന്നത്. ഈ കളങ്ങരക്കും 1000 നന്ദി പറയുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളോട്ട് നമുക്ക് പോകണ്ടേ. പാവം ഇരിക്കണ്ട. അപ്പം അമ്മേനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിടിക്കുകയാണ്. പാവം എൻ്റെ പൊന്നു മന്നെ ഒന്നും പറയണ്ട. വളരെ സങ്കടപ്പെട്ടൊരു കാഴ്ചയുണ്ട്. ചങ്കോട്ടിപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ് പാവത്തിൻ്റെ. അവരുടെ സ്വത്തുക്കളും എല്ലാം വിറ്റ് ഈ ഇവള് പൊട്ടടിക്കുകയും ഇവളുടെ പരിപാടി മനസ്സിലായ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ നല്ലവരായ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാം ഒപ്പിട്ട് ഒക്കെ മേടിക്കുകയാണ്. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം. കാരണം ഇത് ഒരു അമ്മമാർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരണം. നമ്മളതുകൊണ്ട് കുടുംബത്തിൽ എല്ലാവരും സമാധാന സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക. പ്രാർത്ഥിക്കുക ദൈവത്തോട് നമ്മളെല്ലാവരും. എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മരിക്കുമ്പോഴൊന്നും ആരും ഒന്നും കൊണ്ടുപോകാൻ പോകണ്ട. അതും കൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇനിയുള്ള ജീവിതങ്ങളെല്ലാവരും
ഈ ഇതേപോലെ ഒരു തലപിടിക്കുക ബഹളമൊക്കെ അവരൊക്കെ എല്ലാവരും സന്തോഷമായിട്ട് കഴിയാനാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇപ്പം എന്തായാലും എല്ലാ സംഭവങ്ങളൊക്കെ ഒപ്പിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആൾക്കാരും ഇവിടുത്തെ പാർട്ടിക്കാരും. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ചേച്ചിമാർ, ഞാൻ പറഞ്ഞ നേരത്തെ അമ്മേനെ സഹായിക്കണം ചേച്ചിമാർ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഈ പറഞ്ഞ മരുമകളെ ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപികയായിരുന്നു, അവളെ പുറത്താക്കി. എങ്ങനെ അവരുടെ പണി പോയി. ഇതാണ്ട മോൻ, അമ്മയുടെ മോൻ പാവം, പുള്ളി പാവണ്ട. കാരണം അമ്മ മകനുള്ള സ്നേഹം നോക്കി, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും ആ പാവം. ഒരു രണ്ടുപേരും ചങ്ക, രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. ഈ സ്ത്രീ ഈ അമ്മയെ പല പ്രാവശ്യം ഇതിനു മുമ്പും ഉപദ്രവിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും സ്ഥിരം തന്നെ നിരവധി തവണ പോലീസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോലീസുകാരോട് കൂടുതൽ സംസാരിക്കാൻ പോയിട്ടില്ല. പക്ഷെ എന്നാലും കഴിവിന്റെ പരമാവധി സമയവും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ചേട്ടൻ ഒരു മദ്യപാന സ്വഭാവം ഈ കുറച്ച് പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ പ്രതികരിക്കുന്നത്? അത് താണ്ടെ എൻ്റെ പിന്നെ വീട്ടിലെ ജോലിക്കാരിയാണ് നിൽക്കുന്നത്. അവരൊരു സ്ത്രീയാ, എൻ്റെ അമ്മയൊരു സ്ത്രീയാ. അവരോട് ചോദിക്കാം ഈ എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? താങ്കളുമായിട്ട് ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് അപ്പോഴുള്ള കാരണം അവരുടെ മനോരോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ സൈക്കിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയാണോ ഈ വഴക്ക് നടക്കുന്നത്? അമ്മയും എന്തെങ്കിലും ഒരു ആവശ്യം സാധാരണ ഒരു വഴക്കിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. സത്യത്തില് അവരുടെ പിന്നെ വഴക്കിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവും ഇല്ലാതെ മനോരോഗമാണ്. അതെ, ആയിരിക്കാം. ഈ മനോരോഗം മുൻനിർത്തി അവര് ജാമ്യം നേടാൻ ചാൻസ് ഉണ്ടോ? അതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നിലവിൽ ചേട്ടന്റെ ഒരു സ്റ്റാൻഡ് എന്താണ്? അവരെ തള്ളിക്കളയുകയാണോ, വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വന്നാൽ സ്വീകരിക്കാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? രോഗാവസ്ഥയും പ്രശ്നങ്ങളും മാറിയാൽ 100 വട്ടം സ്വീകരിക്കും. പിന്നെ 2 മക്കളുണ്ട്, അവരെ അനാഥരാക്കുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് ഈ സ്വഭാവമൊക്കെ തിരുത്തി അമ്മയോടുള്ള മനോഭാവം തിരുത്തി വന്നാൽ വീണ്ടും സ്വീകരിക്കും. അമ്മയോടുള്ള മനോഭാവം അല്ല, അവരുടെ മൊത്തത്തിലുള്ള സ്വഭാവം മാറി എന്ന് നമുക്ക് ബോധ്യപ്പെട്ട 100 വട്ടം. കാരണം ഞാൻ ഇനി വേറൊരു വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പം ഈ ചേട്ടന്റെ ഒരു സംഭവത്തോടുകൂടിയാണോ ഈ പരാതി മുന്നോട്ട് പോയത്? അതെ, പിന്നെ ഒരേ സമയം നമ്മൾ സ്വീകരിക്കും എന്നും അല്ല, പറയുന്നത്. സ്വീകരിക്കും എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യന് മാറാമല്ലോ, എപ്പോ വേണേലും മാറാം. മാറിയെന്ന് നമുക്ക് 100% ബോധ്യം വന്നാൽ നമ്മൾ സ്വീകരിക്കും. ഓക്കെ, താങ്ക് യു. ഭാര്യയെ പൊന്നുപോലെയാണ് അയാൾ സ്നേഹിക്കണത്, അതേപോലെ അമ്മേനെയും. പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 പിള്ളേരുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിച്ചു ഇനി ഭാര്യ വന്ന് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ഭാര്യയുടെ അസുഖമൊക്കെ മാറി അമ്മയെ നോക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും, ഞാനിനി വേറെ പെണ്ണൊന്നും കെട്ടാൻ പോകണമെന്ന് പറഞ്ഞത്. ഈ പുള്ളി എന്ത് ചെയ്യും? ഭാര്യയും വേണം, അമ്മേനും വേണം, മക്കളും ഉണ്ട് ഇയാൾക്ക്. എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത രംഗങ്ങളൊക്കെ കാണാം. നമ്മൾ ഇയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, ഇയാളുടെ ജീവിതമാണ്, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത രംഗത്തോട്ട് പോവാം. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഈ വീഡിയോ ആണ് വൈറലായി, എല്ലാവരും കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ പാവമ്മ അവിടെ പോവുകയാണ്. അപ്പോൾ എതിർവശത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് വേറെ ആണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ എടുത്താളെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഇവളിങ്ങനെ തൻ്റെ ഇടിനെ പോലെ ഇരിക്കണം, താടകം ഇന്നും കൊഴുത്തിരിക്കണോ മനസ്സിലായി? ആരുടെ മുതുകത്തിൽ ഇറന്നു ഓർത്തിരിക്കുന്നൊരു കൂതറ സാധനമാണ് ഇവിടെ ആരാണ് അധ്യാപിക ആക്കിയെന്നാണ് ആലോചിക്കുന്നത്. ഇനി അടുത്ത രംഗങ്ങളുണ്ടോ? അപ്പം അമ്മ അങ്ങനെ അവിടെ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തോ ചോദിക്കുന്നുണ്ട്, പിള്ളേരെ കളിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഇറങ്ങിപ്പോന്നൊക്കെ പറയണ്ട. അപ്പോൾ വീഡിയോ എടുത്ത ആള് ഇത് തെളിവിന് വേണ്ടി എടുക്കണേ, അങ്ങനെ തള്ളിയിടുന്നത് എല്ലാം കണ്ട് പോലീസുകാർക്ക് തെളിവ് വേണമല്ലോ കൊടുക്കാൻ. അതിനു വേണ്ടിയാണ് ഇപ്പം അങ്ങനെ ക്രൂരമായി തള്ളിയിടുകയും ആ കൈയും നെഞ്ചും എല്ലാം പോയി എന്താ പറഞ്ഞാൽ ആ പടിയിൽ പോയി ഇടിക്കുകയും പാവപ്പെട്ട അമ്മയെ ക്രൂരമായി മർദ്ദിച്ച ഈ താടക റാണീനെ, ഇവള് റാണിയല്ല വെറും കൂതറ, ഇവളെ അടിച്ച് പൊളിക്കണമെന്നേ പറഞ്ഞു. സ്ത്രീകൾക്ക് തന്നെ വളരെ അപമാനമാണ്. പിന്നെ ഇവള് തുണി നോക്കി കാണിക്കണം ക്യാമറ, അതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ടോ.
New episodes, new 40. Over 50 new exciting stories and lots of fun. Watch the all-new never seen before episodes of Peppa Pig before TV only on Good Kids. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരാണ് മനസ്സിലായി. അപ്പോൾ ആ രാഷ്ട്രീയക്കാർ ഇപ്പോൾ പോലീസുകാരെ കൂടി ഇനി പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് മെൻ്റലാണ്, അതുകൊണ്ടാണ് തുണി നോക്കി കാണിച്ചത്, ഇവർക്ക് മാനസിക രോഗമാണെന്ന് സർട്ടിഫിക്കറ്റും കൊടുത്ത് ഈ നായിൻ്റെ മോളൊക്കെ ഇറക്കി വിടും ജയിലിൽ. ഇതാണ് ഇവ നടക്കാൻ പോകുന്ന സംഭവം. അതുകൊണ്ട് അതൊന്നും വരത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു അവസ്ഥ ഒരു അവിടെ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലുള്ള നല്ല ആണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഇവരൊക്കെ പണ്ട് അടിച്ചിട്ട് ഓടിച്ച് വല്ല പറമ്പിലോട്ടും കളയേണ്ടതാണ്. നമ്മള് നമ്മുടെ നിയമത്തിൽ അങ്ങനെ പാടില്ല, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല സംഭവങ്ങളൊക്കെ. പക്ഷെ ഇതേപോലെ ചെയ്യുന്ന അവളെയൊക്കെ തിരിച്ചങ്ങനെ പൊളിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നിയമപരമായിട്ട് അത് പാടില്ല, അതും നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ ചെയ്യും നമ്മുടെ നിയമത്തിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ലീഗലായിട്ട് പ്രോസസ്സിങ് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യമാണ് കുട്ടികളെ ഇന്നലെ തന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയണം. അതാണ് നല്ലൊരു പൗരൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഈ വെയിൽ കിട്ടിയിട്ട് ആ സ്ത്രീ പിന്നെ അങ്ങോട്ട് പോകും. കുട്ടികളുടെ പേരിൽ സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ എന്തോ സംഭവിക്കുന്നത്? പഴയ കാര്യങ്ങൾ ആവർത്തിക്കും. എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ കാര്യം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയും സ്നേഹപാർശ്യങ്ങളും അച്ഛനും എന്നുള്ള രീതിയിൽ കൊടുക്കും. ഭർത്താവല്ല, അച്ഛൻ എന്നുള്ള രീതിയിൽ കൊടുക്കും. അത് ബാധ്യതയുണ്ട്, അത് കൊടുക്കാറുണ്ട്. അതിന് കൂടുതൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ ഇത്രയും ഏജിലായിട്ടുള്ള അമ്മയെ കൃത്യമായി മരുന്നും ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് സംരക്ഷിച്ച് ഈ വീട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം ഇത്രയും നാൾ നോക്കിയിട്ടുണ്ട്, ഇനിയും നോക്കും. ആ സ്ത്രീ അല്ല നോക്കിയിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കിക്കുക, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അവരുടെ എല്ലാ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ഇയാൾ തന്നെ. എനിക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാം. ഇവരുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണം. 50 lakhs കൂടുതൽ ഇപ്പോൾ ഉണ്ട്. അത് ഈ പറയുന്ന മഞ്ജുമോൾ തോമസിന്റെ ആണോ? ഫ്രണ്ടിൽ കിടക്കുന്ന കാറുടെയാ? വസ്തു വിറ്റ കാശാണ്. ബാങ്ക് ലോക്കറിൽ ഇരിപ്പുണ്ട്. ഇതൊന്നും മഞ്ജുമോൾ തോമസിന്റെ അല്ല. ഇതിനകത്ത് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇല്ല, വേറെ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞുള്ള ഫുള്ളായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ലിക്കർ ഉപയോഗിച്ച് മദ്യം ഉപയോഗിച്ച് എന്തിനാണ്? സ്ത്രീയാണ് അതിന് കാരണം. അതിനെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം. ഇവര് സാധാരണ സ്ത്രീയല്ല, അവർക്ക് മെന്റലി പ്രശ്നമൊന്നുമില്ല. സ്വഭാവ വൈകൃതമുള്ള ഒരു എന്താ പറയുക, ബോൺ ക്രിമിനലാണ് അവർ. പക്ക ഞാൻ പറയാം. ഞാൻ ഈ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഈ മഞ്ജുമോൾ തോമസിനോട് വ്യക്തിപരമായൊന്നുമില്ല. ഞാൻ ഇവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അവരുടെ മകനാണ്. ഇനി വരാൻ പോണ നജീബിക്ക, ഇത് സോഷ്യൽ മീഡിയനെ അറിയിച്ച ആള്. എല്ലാരും കാണുക കേട്ടോ. എനിക്ക് മേഡത്തിനോട് ഒറ്റ കാര്യം ചോദിക്കാം. ഈ അമ്മയെ തെള്ളിയിടുമ്പോൾ ഇവിടെ ഒരു പൊടിക്കുഞ്ചിരി പോകുന്നത് മേഡം കണ്ടായിരുന്നു? കണ്ടു. അന്നേരം നാളെ ഒരു സമയത്ത് ഈ കുഞ്ഞ് വലുതാവുമ്പോൾ ഈ കുഞ്ഞ് ഇവരെ ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? മക്കളെ കണ്ടാണ്, തള്ളവരെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. അത് മാത്രമല്ല, അത്രയും ചെറിയ കുഞ്ഞുങ്ങള് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല. കുട്ടിയെ അച്ഛനും അതിന് സാക്ഷിയാണ്. വാസ്തവത്തിൽ അച്ഛനും തെറ്റുകാരനല്ലാതെ വരുന്നില്ല. കാരണം അത് ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛൻ അതിനെ നിയന്ത്രിക്കാൻ ഉള്ള ആ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ട ഈ 2 മാന്യദേഹങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞ് നിയന്ത്രിക്കാൻ. ഇത്രയും നാള് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വിത്തൗട്ട് എവിഡൻസ്. പോലീസും ചോദിച്ചിരിക്കുന്നത് എന്താണ് തെളിവ്? നിങ്ങൾ പറയും, മദ്യപിക്കുന്ന ഒരാൾ പറയുന്നത് എങ്ങനെയാണ് എവിഡൻസ്? അല്ല, ഞാൻ പറഞ്ഞ ഈ വിദ്യാർത്ഥിയുടെ കൂട്ടുകാരാണല്ലോ, അവരുമായിട്ട് ബന്ധമില്ല. നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ റെമഡിയാണ് ഞാൻ പറയുന്നത്. അവരത് ചെയ്യുമ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത്രയും ആളുകളിൽ കവർ ചെയ്യുന്നു. ഇതൊരു എവിഡൻസ് ഇല്ലാതെ ഞാൻ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ വായി തെറ്റി വീണാൽ അതിന് എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് വേണം. അതിനു വേണ്ടിയിട്ടാണ് അന്നേരം അത് ചെയ്തത്. ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം, ഒരു വീട്ടിൽ ഇപ്പൊ ഒരു വീടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നമ്മളെല്ലാവരും വീട്ടിൽ താമസിക്കുന്ന തൊട്ടാലും പിടിച്ചാൽ വീഡിയോ എടുത്ത് വെക്കാൻ പറ്റും. പക്ഷെ അവളത് ചെയ്തു എന്ന് വെച്ചാൽ എന്തോ അറിയോ, ഇദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്ത് വയലന്റ് ആക്കിക്കൊണ്ട് മനഃപൂർവ്വമായിട്ട്. ഇപ്പൊ ഞാൻ മാഡത്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കുമല്ലോ. അതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഇവൻ അഗൻസ്റ്റ് ആയിട്ട് അനാവശ്യമായ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലായി. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം അവരുടെ ഭാഗത്തുണ്ടായി. ഇവനെതിരായിട്ട് ഇതുപോലെ വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ എന്ത് സംഭവം? ഇവൻ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെറിയ രീതിയിലുള്ള ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളാണ്. അതൊക്കെയാണ് എവിഡൻസ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങൾക്ക് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക. എന്തിനാണ്? സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് മാഡം പറയണം. അപ്പം ആ സ്ത്രീയെ അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോളിഡ് എവിഡൻസ് വേണം. ഫിസിക്കലായിട്ട് ഒരാൾ വന്ന് മൊഴി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ചെയ്യത്തില്ല. അതിനകത്തൊരു സംശയത്തിന്റെ ഒരു നിഴലുണ്ട്. ഡിജിറ്റൽ എവിഡൻസിനെ ആരെങ്കിലും സംശയിക്കുമോ? യഥാർത്ഥത്തിൽ നേരത്തെ ചെയ്യേണ്ട മൊത്തം ക്യാമറ വയ്ക്കണം അതിനോട്. അല്ല, കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച
ഈ അമ്മ ഈ മരുമോള് ഒരു ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുന്ന കാഴ്ച കണ്ടത്. ഞാൻ അപ്പൊ തന്നെ ചവറ തെക്കുമാൻ പോലീസിനെ വിവരം അറിയിച്ചു. CA ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തി. പക്ഷേ അവർക്ക് തെളിവില്ല. അന്നേരം എനിക്ക് പെട്ടെന്ന് ഫോൺ വീഡിയോ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പോലീസിനെ പിടിക്കാൻ നോക്കുവോ, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നോക്കുവോ? ഞാൻ പോലീസിനെ ബന്ധപ്പെട്ട പറഞ്ഞ തെളിവില്ലാതെ അവർക്ക് പരാതി ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. മേഡം ഇന്നലെ ഇവിടെ നടന്നത് മച്ചമ്മരെ രാത്രിയായി. ഞാനിഞ്ഞ് യാത്ര തിരിക്കട്ടെ. നമ്മൾ പോകാൻ പോകുന്നത് പത്മകുമാർ തട്ടിക്കൊണ്ട് പോയ കുട്ടികളുടെ ആ സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തേക്കെന്ന് വെച്ചാൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത്, അതായത് പത്മകുമാർ പറഞ്ഞത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവർ 3 പേരുള്ളതാണ് പറഞ്ഞത്. ഇവർ 3 പേര് മാത്രമല്ല, ഇനിയും കുറേ ആൾക്കാരുണ്ട്. ആ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ട ദൃക്സാക്ഷിയുടെ അടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്മകുമാറിൻ്റെ ഫാം പരിശോധിക്കാണ്ട് അവിടെ അനേകം കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് കണ്ടെത്തിയ ആളാണ് ഞാൻ. അപ്പോൾ അത് വേറെ കുറേ ആൾക്കാർ അവിടെ മറ്റേ ഈ റബ്ബറിൻ്റെ ഇതൊക്കെ ആടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിവെക്കാൻ വേണ്ടിയാണ്. ഈ റബ്ബറിൻ്റെ ഇതൊക്കെ കെട്ടിവെക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കമ്പി മതൊക്കെയാണ് കെട്ടിവെക്കണത്. ഇത് ചെരുപ്പ് കെട്ടിവെക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. ഇങ്ങനെ ആടുമ്പോൾ സൗണ്ട് കേൾക്കാണ്ടിരിക്കാന്നുള്ളത്. അപ്പോൾ എന്തായാലും പത്മകുമാറിൻ്റെ എപ്പിസോഡ് തുടരും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പാവം അമ്മയെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച അവളെ ജയിലിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്തായാലും അവൾ പുറത്തിറങ്ങാതിരിക്കട്ടെ. അവൾക്ക് വേണ്ടി ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളിയായ ഊളകളോട് എനിക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ അവൾക്ക് വട്ടാണ്, അവൾക്ക് മെൻ്റലാണ്, അവളങ്ങനെ പറ്റിപ്പോയതാണ്, അവള് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് അങ്ങനെ ആയിപ്പോയതാണെന്നൊക്കെ അപ്പം ന്യായീകരിച്ചിരിക്കുന്ന ഊളകളോടൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. തീർച്ചയായിട്ടും പത്മകുമാറിൻ്റെ പഴയ എപ്പിസോഡ്, അനുപമ, പത്മകുമാർ, ഈ പറയുന്ന അനിതകുമാരി, അവർ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. പോലീസുകാരുടെ അന്വേഷണം ശരിയല്ല. യഥാർത്ഥ കുറ്റവാളി ആരാണ് ആ രാഷ്ട്രീയക്കാരൻ? പത്മകുമാറിനെ സംരക്ഷിച്ച ആ രാഷ്ട്രീയക്കാരൻ ആരാണ്? നമ്മൾ കൊണ്ടുവരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പത്മകുമാറിൻ്റെ കേസ് CBI തന്നെ അന്വേഷിക്കണം. ക്രൈംബ്രാഞ്ചിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും 5 ദിവസം കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ബാക്കി കാഴ്ചകളും കഥകളും എല്ലാം നമുക്കിരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ, ഞാൻ വീണ്ടും പറയുകയാണ്, കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ നിങ്ങൾ പറപ്പിക്കുക. പിന്നെ ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എൻ്റെ പൊന്നും മച്ചാന്മാരെ ഒരു വെടിവഴി നടത്തണം. അവസാനം വെടിവഴിപാട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ